ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 3-4 കറി ഐറ്റംസ് എല്ലാം ഒന്ന് കാണിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 വീക്ക് നല്ല അടിപൊളിയായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പണിയും എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ പറ്റുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം എന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് നേരത്തെ തന്നെ ഒരു 3-4 മണിക്കൂർ മുന്നേ തന്നെ പൊതിർത്തി വെച്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ളൊരു ഗ്രേവി ഒരു മസാല റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊരു പീസ് പട്ടിയും 2 കറാമ്പും കൂടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ജീരകം ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. ഇതൊരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഭയങ്കരമായിട്ട് ഫ്രൈ ആയി വരെയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ രീതിയിലാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരല്ലി വെളുത്തുള്ളിയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഈ ഒരു തക്കാളിയെല്ലാം ഒന്ന് ഉടഞ്ഞു വരില്ലേ, ആ ഒരു സമയത്ത് ഇതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഒരു 10-12 കാഷ്യൂ ആണ് ചേർക്കേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ കാഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ വാൾനട്ടാണ് ചേർത്തിട്ടുള്ളത്. കാഷ്യൂ ഇല്ലെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ ബദാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് വാൾനട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3/4 കപ്പ് തേങ്ങാപ്പാൽ, ഇതിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് മാറ്റി വെക്കുക. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഗ്രീൻ പീസെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ നോക്കുക. കാരണം നല്ലോണം ഉടഞ്ഞു പോകാത്തൊരു രീതിയിൽ തന്നെ ഈ ഒരു ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് പതിപ്പിച്ചെടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്കൊന്ന് കാച്ചി വയ്ക്കാനുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കടുവും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം വെള്ളയപ്പത്തിന് കൂട്ടാം, ദോശക്ക് കൂട്ടാം, അങ്ങനെ എല്ലാ ഐറ്റത്തിനും മാച്ച് ചെയ്യുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു കടല വെച്ചിട്ട് ഉണ്ടാക്കുന്ന കടലക്കറിയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മെയിനായിട്ട് പുട്ടിനാണ് ഉണ്ടാക്കൽ. പുട്ടിനും ദോശക്കും നൂൽപുട്ടിനെല്ലാം പോകുന്നൊരു കറിയാണ്. അപ്പോൾ ഈ ഒരു കടല നേരത്തെ പൊതിർത്തി എടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഉള്ളി, ഒരു തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഇത്ര ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 3/4 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ ഒരു കടല ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു വിസിൽ പോയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒരു 30 മിനിറ്റ്. അപ്പോഴത്തേക്കും കടല നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. ഇതിപ്പം ജീരകവും അരിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അത് ചില തേങ്ങക്കറിക്കൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. വറുത്തരച്ചിട്ടും ഈ ഒരു രീതിയിൽ കറി വെക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കുക. അപ്പോൾ കടലിൽ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ചിലവർ ഈ ഒരു കടലക്കറിയിൽ ചെറുപയർ ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കടല പൊതിർത്തുന്ന സമയത്ത് തന്നെ ചെറുപയറും കൂടി പൊതിർത്തിയാൽ മതി, ഒരുപാട് വേണ്ട. ഇപ്പോൾ 1 കപ്പ് കടലെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ 2 സ്പൂണോ 1/4 കപ്പോ അങ്ങനെ അത്രേ വേണ്ടു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ പൊതിർത്തി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഉപ്പ് ചെറിയൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ നിന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കെന്തെങ്കിലും കറിയിലും വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം കുക്കറിൽ അങ്ങനെ വെച്ചിട്ട് കാണുന്നത് എന്തോ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കും. അപ്പോൾ ഞാൻ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് കാച്ചി വയ്ക്കലാണ്.
അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഓയിലും വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയും മുളകൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടലക്കറിക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യൽ പുട്ടാണല്ലോ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും പുട്ടും കടലക്കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വേഗം പുട്ടുണ്ടാക്കിയെടുക്കലാണ്. പുട്ടുപൊടിയിലും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടെടുത്താണ് കേട്ടോ. എന്തായാലും നമ്മൾ പൊടിച്ചിട്ട് കൊണ്ടുവരുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇവിടെ ഒരുപാട് ബ്രാൻഡ് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ആ ഒരു നമ്മൾ കൊണ്ടുവരുന്ന ആ ടേസ്റ്റ് എന്തായാലും കിട്ടില്ലല്ലോ. നമ്മൾ എന്താ പറയുക പൊടിച്ച് നല്ല വറുത്തിട്ടെല്ലാം കൊണ്ടുവരുന്ന പുട്ടുപൊടിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഇതിലേക്ക് പുട്ടുപൊടിയും ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒരു 5 മിനിറ്റിൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പുട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, തേങ്ങയും പുട്ടുപൊടിയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം ഒന്ന് പുട്ടും കൂടി ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. പുട്ടിപ്പോൾ ബാക്കി ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം സ്റ്റീം ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. അപ്പോൾ അടുത്ത കറി ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴഞ്ഞു വന്നാൽ പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയിലും ഉടഞ്ഞു വന്നാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കറി ഈ ഒരു ചിപ്പിയില്ലേ വെള്ളക്കടല വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും നേരത്തെ പൊതിർത്തി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിനെന്തായാലും കുറച്ച് ഒരു 8 മണിക്കൂറൊക്കെ വേണ്ടി വരും നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു വിസിൽ പോയിട്ട് 25 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു കടല റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കടലിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ ആവിയും കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. തേങ്ങാപ്പാലിന് പകരം കട്ടിയിൽ തേങ്ങ അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ വറുത്തരച്ച തേങ്ങ ഉണ്ടെങ്കിൽ അത് ഇതിന് മാച്ച് ചെയ്യും കേട്ടോ. എല്ലാം ഇതിന് ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കടലക്കറിക്ക്. അപ്പോൾ ഞാനിന്നിപ്പം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതൊന്ന് കാച്ചി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കടലക്കറി എല്ലാത്തിനും മാച്ചാണ് കേട്ടോ. ദോശക്കും ചപ്പാത്തിക്കും നൂൽപുട്ടിനും പുട്ടിനും എല്ലിനും പോകുന്ന അടിപൊളി കടലക്കറിയാണ് കേട്ടോ. ഞാനിന്നിപ്പോൾ നൂൽപുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പത്തലുപൊടിയില്ലേ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ പത്തലിൽ ഉണ്ടാക്കുമ്പോൾ കുഴച്ചെടുക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിലിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക. ഞാനിപ്പം ഈ ഒരു ചെറിയൊരു അളവിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഒരു ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഓരോരു സൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നിക്കൽ വലിയ പാത്രം വെച്ചിട്ട് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ വാഴയിലേക്ക് ഉണ്ടെങ്കിൽ വലിയ സൈസിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ അന്നന്ന് ഉണ്ടാക്കി കഴിക്കുന്നതാണെങ്കിൽ തേങ്ങയൊക്കെ മേലെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത കറി ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളി ഒന്ന് എന്താ പറയുക ഒന്ന് സോഫ്റ്റായി വന്നാൽ പിന്നെ ഇതിലേക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് തക്കാളിയിൽ നന്നായിട്ട് ഉടഞ്ഞിട്ട് വന്നാൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെജീസാണ്. ഇതിലേക്കിപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പച്ചക്കായ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വെള്ളരി, ഇത്ര ഐറ്റംസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ വെച്ച വെജീസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക.
ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ അറിയാലും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് കാച്ചി വയ്ക്കുക. ഞാനിപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ കടുവും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കാച്ചി വെച്ചതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതായാലും ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ കുബൂസിനെല്ലാം നല്ല ബെസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ്. ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുക്കാനും ഓഫീസിലേക്ക് കൊണ്ടുപോകാനൊക്കെ അടിപൊളിയാണ്. കാരണം നമുക്ക് എപ്പോഴുള്ള ഒരു ചിന്തയാണല്ലോ, നാളെ എന്ത് കൊടുക്കും, നാളെ കുട്ടികൾക്ക് എന്ത് ഫുഡ് കൊടുക്കണ്ടേന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഇതേപോലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നതാണെങ്കിൽ നമുക്ക് വരുന്ന 1 വീക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളൊന്നും മടിയൊക്കെ മാറ്റി വെച്ചാൽ തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റംസിനെല്ലാം ഞാൻ ഒന്ന് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ചൂടും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.